നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് 4 സ്ത്രീകൾ വരികയുണ്ടായി. അവർ ചോദിച്ചു, മാലിക് എന്നവരെ, ആണുങ്ങൾക്ക് 4 പേരെ വിവാഹം ചെയ്യാം, അതുപോലെ എന്താ സ്ത്രീകൾക്കായിക്കൂടെ? സ്ത്രീകൾക്ക് 4 ഭർത്താക്കന്മാരെ ആക്കുന്നത് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ട് അദ്ദേഹം ഒന്നും മറുപടി നൽകാതെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് എന്നിവരോട് ഈ വിഷയം പറയുകയും ഷാഫി ഇമാം പറഞ്ഞു, ഇതിന് മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഷാഫി ഇമാം ഈ സ്ത്രീകളുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ ഓരോ പാത്രത്തിലായി ഓരോരുത്തരും, ഒരാൾ ആട്ടിൻ പാല് കൊണ്ടുവരണം, ഒരാൾ പശുവിൻ പാല് കൊണ്ടുവരണം, ഒരാൾ ഒട്ടകത്തിൻ്റെ പാല് കൊണ്ടുവരണം, ഒരാൾ എരുമയുടെ പാല്, ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർ കൊണ്ടുവരികയും അദ്ദേഹം ഇതെല്ലാം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഓരോരുത്തരോടുമായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്തോളൂ, നിങ്ങൾ ഓരോരുത്തരുടെയും പാല് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ വേർതിരിച്ചെടുത്തോളൂ. ആർക്കും സാധ്യമായില്ല. എന്നാൽ ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഉത്തരമെന്ന് ഷാഫി ഇമാം എന്നിവർ പറഞ്ഞു. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, കാരണം ഒരാണും പെണ്ണും എന്നുള്ളത് രണ്ടും രണ്ട് തന്നെയാണല്ലോ. വെറുതെ ഇല്ലല്ലോ ആണിന് ആണ് തന്നെ ഇട്ടത്, പെണ്ണ് രണ്ടും രണ്ടായിട്ട് തന്നെയല്ലേ ആണ് പെണ്ണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും അത് തുല്യമാവുകയില്ല. ആണിനോളം വരില്ല ഒന്നും ഒരു പെണ്ണും. ആണുങ്ങൾ കെട്ടുന്നത് പോലെയല്ലല്ലോ സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത്. സ്ത്രീകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരുടെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലാകാൻ സാധ്യമല്ല. ഇതാരിലുണ്ടായതാണ്, ആരുടേതാണ് ഈ മകന്, ആരുടേതാണ് ഈ മകൾ എന്നുള്ളത് വ്യക്തമാവുകയില്ല 4 ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചാൽ. അപ്പോൾ നല്ലത് മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകളൊക്കെയായി പ്രവർത്തിക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അസ്സലാമു അലൈക്കും.